ഇതുതന്നെയാണ് ഞങ്ങളുടെ മുൻഗാമിയായ അവിടുന്ന് തൗഹീദിന്റെ പണ്ഡിതനായ ബഹുമാനപ്പെട്ട ഉമറുൽ ഖാദി തങ്ങൾ അവിടുന്ന് എഴുതി വെച്ചു. അറിയുമോ സഹോദരന്മാരെ, അവിടുന്ന് മഹാനായ ഉമറുൽ ഖാദി റളിയല്ലാഹു തആല അൻഹു നഫായിസുദ് ദുർ എന്ന് പറയുന്ന കിതാബിൽ പറയുന്നു, റബ്ബുൻ അലൽ അർശി ഇസ്തവാ വകദാ ദുകിർ മുതശാബിഹാതും ഫിൽ കിതാബി വഫിൽ ഖബർ കല്ലാഹു യൻസിലു ഫിസ് സമാ വഖതസ് സഹർ വകദാ യമീനുല്ലാഹി ഹാദാ കൽ ഹജർ. ഇവിടെ വ്യഭിചരിക്കപ്പെട്ട വാചകങ്ങളുണ്ടല്ലോ, മുജാഹിദിന്റെ പ്രസംഗകന്മാരുടെ ശബ്ദഭംഗി കൊണ്ടും അവരുടെ പേനയിലെ മഷി തീരാത്തത് കൊണ്ടും അവരെഴുതി വെക്കുകയും പറഞ്ഞു വെക്കുകയും ചെയ്ത പരാമർശങ്ങൾക്ക് വിധേയമാക്കിയ വാചകങ്ങൾ അതിന്റെ പ്രത്യക്ഷമായ അർത്ഥം അല്ലാഹുവിനെ കുറിച്ച് പറയാൻ പറ്റാത്തതാണ്. പരിഗണനീയനായ മുഴുവൻ പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഏകോപനം അങ്ങനെയാണ്. ഇതുപോലെയുള്ള പരാമർശങ്ങൾ ഖുർആനിലോ ഹദീസിലോ വന്നാൽ അത് വിശ്വസിക്കണമെന്നാണ് മുഴുവൻ പണ്ഡിതന്മാരുടെയും ഏകോപനം. അതിന്റെ അർത്ഥം എന്താണെന്ന് അല്ലാഹുവിനെ അറിയൂ, അത് അല്ലാഹുവിലേക്ക് വിട്ടേക്കുക. അതാണ് സലഫു സ്വാലിഹുകളായ മുൻഗാമികളുടെ മാർഗം. എന്ന പ്രയോഗത്തിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. ഇസ്തവാ അലൽ അർശി എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. യദുല്ലാ എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. യമീനുല്ലാ എന്നതിന്റെ അർത്ഥം ഞങ്ങൾക്കറിയില്ല. ഞങ്ങളത് വിശ്വസിക്കുന്നു എന്നതാണ് മുൻഗാമികളുടെ മാർഗം കേട്ടോ. وما خلف ذكر فيها فتأويل على ما يعتبر كالقهر في ذي الاستواء وهلم مجر. ഇതിന് സ്വീകാര്യോഗ്യമായ അർത്ഥങ്ങളെയും അതിന് പറ്റുന്ന വ്യാഖ്യാനങ്ങളെയുമാണ് ഖലഫുകൾ അവിടുന്ന് നൽകിയിട്ടുള്ളത്. അതുകൊണ്ട് ഖലഫുകളുടെ വ്യാഖ്യാനത്തിന്റെ അപ്പുറത്തേക്ക് പോകാനോ സലഫുകളുടെ വഴിയിൽ നിന്ന് അവിടുന്ന് മാറി നിൽക്കാനോ നമുക്ക് പറ്റില്ല. ബഹുമാനപ്പെട്ട നബവി ഇമാം റഹിമഹുല്ലാഹ് അവിടുത്തെ കിതാബിലും എഴുതി വെച്ചു, സലഫുകളായ മുൻഗാമികൾ ഈ വിഷയത്തിൽ പറഞ്ഞതാണ് അസ്ലമോ ഏറ്റവും സുരക്ഷിതമായ മാർഗം. അതേ സമയത്ത് ഖലഫുകൾ പറഞ്ഞ വ്യാഖ്യാനമോ അഥവാ പിൻഗാമികളുടെ വിശദീകരണമോ അതിന്റെ അപ്പുറത്തേക്ക് പോകാൻ പാടില്ല. അപ്പൊ മുജാഹിദുകളെ വിമർശിക്കാനുള്ള ഒന്നാമത്തെ കാരണം അവർ പാരമ്പര്യ ഇസ്ലാമിന് കൊള്ളിവെച്ചവരും വഴുതി മാറിയവരുമാണ്. രണ്ടാമത്തെ കുറ്റമോ അവർ അല്ലാഹുവിലുള്ള വിശ്വാസത്തിൽ പിഴച്ചുപോയി. എല്ലാ അമ്പിയാക്കന്മാരും വന്നത് പഠിപ്പിക്കാനാണ്. ഈമാനിന്റെ ഐഡന്റിറ്റി, ഇസ്ലാമിക പ്രസ്ഥാനത്തിന്റെ തനിമയെന്ന് പറയുന്നത് അല്ലാഹുവിലുള്ള വിശ്വാസമാണ്. അതിൽ മുജാഹിദുകൾ പിഴച്ചു, മൂന്നാമതും പിഴച്ചു. ഇനി എന്താണ് കേസ്? അവർ ലോക മുസ്ലിമീങ്ങളെ മുഴുവനും അവർ മുശ്രിക്കുകളാക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് വിശ്വസിക്കുന്ന ആളുകളെ കുറിച്ച് അവർ മുശ്രിക്കുകൾ അഥവാ ബഹുദൈവ വിശ്വാസികൾ എന്ന് പറഞ്ഞു. ആദ്യം നമ്മൾ മനസ്സിലാക്കണം, ശിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഹുദൈവത്വം. അത് കർമ്മമാണോ? അല്ല, അത് വിശ്വാസമാണ്. അള്ളാഹുവിന്റെ സത്തയിലോ ഗുണത്തിലോ പങ്കുകാരുണ്ടെന്ന വിശ്വാസം ഒരാളുടെ ഹൃദയത്തിൽ വന്നാൽ ആ വിശ്വാസത്തിനാണ് ശിർക്ക് എന്ന് പറയുന്നത്. ഞാൻ അല്ലാഹു തആല ഏകനാണ്, പങ്കുകാരില്ല, കൂട്ടുകാരില്ല, അള്ളാഹുവിന് തുല്യമായി ഒന്നുമില്ല, ഏതുമില്ല, ആരുമില്ല, എവിടവുമില്ല എന്ന് വിശ്വസിക്കുന്ന ആളാണ്. അപ്പൊ എന്നെ കുറിച്ച് മുശ്രിക്കാ നിങ്ങൾ എങ്ങനെ പറയും? അപ്പൊ വിശ്വാസപരമായി, അടിസ്ഥാനപരമായി വിശ്വാസപരമായി ബന്ധപ്പെട്ട കാര്യമാണ് ശിർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ
അതിന്റെ പ്രകടമായ വാചകമാണ് ഖാല ഇന്നനി മിനൽ മുസ്ലിമീൻ. അതിന്റെ പ്രഖ്യാപനമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹനില്ല, അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് പങ്കുകാരില്ല, അവന് കൂട്ടുകാരില്ല, അവന് കുടുംബക്കാരില്ല. അതാണ് ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും വിശ്വസിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ മുഴുവനും വിശ്വസിച്ചതാണ്. എന്നാലോ മുജാഹിദുകൾ പറയുന്നു ഇവിടെയുള്ള മുസ്ലിമീങ്ങൾ മുഴുവനും മുശ്രിക്കീങ്ങളാണ്. മക്കയിൽ വന്ന് ഹജ്ജ് ചെയ്യുന്ന ആളുകളിൽ തന്നെ 5 ലക്ഷം പേരെ മുസ്ലിങ്ങളുള്ളൂ, അത് മുജാഹിദുകളാണ്. ബാക്കിയുള്ള 40 ലക്ഷമോ 35 ലക്ഷമോ അവർ മുശ്രിക്കുകളാണ്. പറയട്ടെ, നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോന്ന് അറിയില്ല, പുതിയ വിഷയമായിട്ടൊന്നല്ല ഞാൻ പറയാണ്. മിനായിൽ ദുരന്തം ഉണ്ടായി അല്ലേ? ഹജ്ജിന് ഈ വർഷം ദുരന്തം ഉണ്ടായി, കുറെ ആളുകൾ മരിച്ചു. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇടക്കിടക്കൊക്കെ അവിടെ ആളുകൾ മരിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അവിടെ ഇസ്ലാമികമായ ഹജ്ജല്ല നടക്കുന്നത് എന്നുള്ളത് കൊണ്ടാണ്. മനസ്സിലായില്ല. അവിടെ റസൂലുള്ള ജബലുർ റഹ്മയിൽ ദുൽഹജ്ജ് 9-ന് 1 ലക്ഷത്തോളം സഹാബികളുമായി വന്നു. 1400 വർഷങ്ങൾക്ക് മുമ്പ് പ്രവാചകൻ ഹജ്ജ് ചെയ്യാൻ വന്നു. ആ പ്രവാചകന്റെ കൂടെ ഹജ്ജിന് വന്ന 1 ലക്ഷത്തിലധികം വരുന്ന സഹാബികൾ അവരാരാ? മുവഹിദുകളാണ്, തൗഹീദുള്ള ആളുകൾ, നബിയിൽ നിന്ന് ഹജ്ജ് പഠിച്ച ആളുകൾ, നബി പഠിപ്പിച്ചു കൊടുത്ത ആളുകൾ, നബി കാണിച്ചതിനെ ഫോളോ ചെയ്ത ആളുകൾ. അവരൊക്കെ വളരെ മാന്യമായി ചെയ്തു. ഇന്ന് ഹജ്ജിന് ചെല്ലുന്നിടത്ത് ആരൊക്കെ വരുന്നുണ്ട്? അവിടെ അബൂജഹലുമാർ അവിടെ ഹജ്ജ് ചെയ്യുന്നു, ശിർക്ക് ചെയ്യുന്നവർ ഹജ്ജ് ചെയ്യുന്നു. അബൂജഹലിനെ കൊണ്ട് ഹജ്ജ് ചെയ്യിപ്പിക്കാൻ സമ്മതിച്ചില്ല റസൂലുള്ള അവിടെ. കാരണം എന്താ വെച്ചാൽ അതുവരെ അവർ ചെയ്ത ഹജ്ജ് ഷിർക്കിന്റെ ഹജ്ജാണ്. അള്ളാഹിനോടും പ്രാർത്ഥിക്കും, അള്ളാഹു അല്ലാത്തവരോടും പ്രാർത്ഥിക്കും. അതുകൊണ്ട് അള്ളാഹിനോട് മാത്രം പ്രാർത്ഥിക്കുന്നവർക്കുള്ള ഹജ്ജ്, തൗഹീദ് സ്വീകരിച്ചവർക്കുള്ള ഹജ്ജ്. തൗഹീദ് സ്വീകരിക്കാത്ത ഒരാൾക്ക് ഹജ്ജ് ഉണ്ടോ? ഇല്ല. നിസ്കാരം ഉണ്ടോ? ഇല്ല. സക്കാത്ത് ഉണ്ടോ? ഇല്ല. ഇവിടെ അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ലക്ഷക്കണക്കിന് മനുഷ്യർ അവിടെ ഹജ്ജിന് ചെല്ലുന്നത് അല്ലേ? ആ മുശ്രിക്കുകളാണ് അവിടെ ഹജ്ജ് ചെയ്യണത്. അപ്പൊ അവിടെ തിരക്ക് കൂടുതലായി, ജനാധിക്യം വർദ്ധിച്ചു. മുവഹിദുകൾ മാത്രമാണ് ഒരു 5 ലക്ഷം ആളെ ഉണ്ടാവും വർഷാവർഷം ഹജ്ജ് ചെയ്യാൻ, ബാക്കിയൊക്കെ ഔട്ടായി. അപ്പോൾ ഏകദൈവ വിശ്വാസികളല്ല, ബഹുദൈവ വിശ്വാസികളാണ്. എത്ര ശതമാനമാണ്? 90% ആളുകളും അവിടുന്ന് മുസ്ലിങ്ങളല്ല എന്ന് പറഞ്ഞുകൊണ്ട് വരുമ്പോ പ്രിയപ്പെട്ടവരെ അത് സമ്മതിച്ചു കൊടുക്കാൻ പറ്റുമോ? ഇല്ല.